ദോഷങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. നാനാജാതി മതസ്ഥരായ എല്ലാവരും സത്യമറിയുവാനും സത്യത്തെ സ്നേഹിക്കുവാനും ഏകസത്യ ദൈവമായ ഈശോയെ തിരിച്ചറിയുവാനും അവിടുന്ന് സകല മനുഷ്യർക്കും വേണ്ടിയിട്ട് മരിച്ചുവെന്നും വീണ്ടും വരുവാനിരിക്കുന്നുവെന്നും സകല മർത്തരും അറിയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദേശത്ത് കർത്താവിന്റെ കൃപ വളരെയേറെ ഒഴുകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം, ഈ സന്ധ്യാസമയത്ത് ഇവിടെ വന്നിട്ട് സുവിശേഷം പറയുവാൻ ഇതിന്റെയൊക്കെ വലിയ കാര്യമുണ്ടോ, ഇതുകൊണ്ടൊക്കെ വലിയ പ്രയോജനമുണ്ടോ, ഇവിടെ തൊട്ടടുത്ത് ദേവാലയമുണ്ടല്ലോ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഇങ്ങനൊക്കെ പലരും ചിന്തിച്ചേക്കാം. ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായും വ്യവസ്ഥകളില്ലാതെയും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അനന്തമായി സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ ഈ സ്നേഹം സമ്പൂർണമായിട്ട് അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ലോകത്തിലെ മായാമോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണമായിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഇപ്പൊ വഴിയും സത്യവും ജീവനും ഏക കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് ഇവിടെ കർത്താവ് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ഇന്നോളം ഞാനാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞ് ഒരു ചരിത്ര പുരുഷനും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ മഹാത്മാക്കള്, നമ്മൾ കണ്ടിട്ടുള്ള പല മഹാത്മാക്കളും ചരിത്രം സൃഷ്ടിച്ച പല വ്യക്തികളും ഇന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവരാരും നമ്മൾ രക്ഷിക്കാമെന്നോ നിത്യജീവൻ നൽകാമെന്നോ വാഗ്ദാനം നൽകിയിട്ടില്ല. നമ്മുടെ കൺമുമ്പിലുള്ള ഒരു പക്ഷേ നമ്മൾ ഇന്നും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ നടീ നടന്മാര് ഒക്കെ ഇന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ ഒത്തിരി മൺമറിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ആരും തന്നെ നമ്മളെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല. പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. അതിനെല്ലാം യോഗ്യനായവൻ ഒരാൾ മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈശോ പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും യേശുവാണ്, സത്യവും ജീവനും യേശുവാണ്. യേശുവിനെ കാണുന്നവൻ, യേശുവിന്റെ കൂടെ നടക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിലൂടെ പൗലോസ് പറയുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. ഹല്ലേലൂയ. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മളിന്ന് പലപ്പോഴും കാണുന്നുണ്ട്, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കള്, പ്രായമായ മാതാപിതാക്കളെ അനാഥാലയത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഓരോ മക്കളെയും നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസമില്ലാതെ ഈ ലോകത്തിന്റെ മായാമോഹത്തിൽപ്പെട്ട് ജീവിക്കുന്ന അനേകം ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് ദൈവവിശ്വാസം? ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുസരിച്ച് നമുക്ക് ജീവിച്ചാൽ പോരെ? ഈ ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന സമാധാനം, ഇതിനെ ജീവിച്ച പോലെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഈ ലോകത്തിലെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിച്ചാൽ നമുക്കൊരിക്കലും സ്വർഗത്തിലെത്തുവാൻ കഴിയുകയില്ല. അതിനൊരു ഉദാഹരണമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്, ലാസറിന്റെ ഉപമയിലൂടെ, ധനവാനും ലാസറും തമ്മിലുള്ള ഉപമയിലൂടെ പറയുന്നുണ്ട്. ധനവാന്റെ വീട്ടുപതിക്കല് കിടന്നിരുന്ന ലാസർ ആ ധനവാന്റെ മേശപ്പുറത്ത് നിന്നും വീഴുന്ന ഒരു അപ്പകഷ്ണം തിന്നുകൊണ്ട് വിശപ്പടക്കുവാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലും ലഭിക്കാതെ
മരണമടഞ്ഞ ഈ ലാസർ അബ്രാഹത്തിന് മടിയിലിരിക്കുമ്പോൾ ഈ ധനികനായ മനുഷ്യൻ ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആനന്ദിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ സമ്പത്താണ് വലുതെന്ന് ആനന്ദിച്ചുകൊണ്ട്, എന്നെ രക്ഷിക്കുവാൻ ഈ സമ്പത്തിന് കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ആ ധനവാൻ നിത്യനരകത്തില് കഴിയുമ്പോൾ ഈ ലാസറിനെ ഒന്ന് തന്റെ നാവ് നനപ്പിക്കാൻ പോലും വിടുവാൻ ആഗ്രഹിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈശോ പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഗർത്തമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ വരുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാനും ആ സത്യദൈവമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള കൃപ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാലും വിശുദ്ധിയില്ലാതെ ഈ ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട് ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവസ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാം വിശുദ്ധീകരണമാണ്. നമ്മൾ നാനാജാതി മതസ്ഥരായ സകലരും ജീവിക്കുന്ന ഈ നാട്ടില് ഇവിടെ ഒരു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മതം മാറലല്ല. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ അവിടത്തോട് ചേർന്നുകൊണ്ട് സ്വർഗരാജ്യത്തിന് ഇടയാവുകയാണ് ചെയ്യുക. തെസ്സലോനിക്കക്കാർക്ക് ചെയ്ത 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മതമാറ്റമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻ മാർഗത്തിൽ നിന്നും നമ്മളെ ഒഴിഞ്ഞു മാറണമെന്ന്. മദ്യത്തിന് അടിമപ്പെട്ട്, മയക്കുമരുന്ന് അടിമപ്പെട്ട്, മദ്യം തരുന്ന ചെറിയ ചെറിയ സുഖങ്ങളിൽ നമ്മൾ ലയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിലൂടെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവാൻ. ആദിയിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ, അവിടുന്ന് സകലങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനെ രൂപപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ഛായയിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഛായ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ ആദ്യം മുതലേ പാപം ചെയ്ത് സാത്താന്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ, ദൈവം തന്ന ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ രൂപവും നമുക്ക് നഷ്ടപ്പെട്ടു. ഈ രൂപം നമുക്ക് തിരിച്ചു നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. നമ്മുടെ എല്ലാം പാപങ്ങളെ സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കെല്ലാം അവിടുന്ന് പരിഹാരമായി എന്ന് വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്ന് കടന്നുപോയി അവിടുന്ന് വീണ്ടും വരുമെന്നുള്ള ഉറപ്പും നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എസെക്കിയേലിന്റെ പുസ്തകത്തിലെ 38-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ ദേശത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായിട്ടല്ല, ഈ ഭൂമിയിൽ ഒരു നേട്ടമുണ്ടായിട്ടല്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, ദൈവത്തിന്റെ ആ മഹത്വം ഇവിടെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കുന്ന ആരെങ്കിലും അത് വിശ്വസിച്ചാൽ, നമ്മളെല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്നില്ല. ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ താല്പര്യമുണ്ട്. രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിച്ചാൽ അത് മണിക്കൂറുകളോളം കേൾക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് കേൾക്കാനോ യേശുവിന്റെ വചനം ഒന്ന് സ്വീകരിക്കാനോ നമുക്കാർക്കും സമയവുമില്ല, നേരവുമില്ല. അങ്ങനെ പറയുന്നവരെ വിമർശിക്കാനും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവരെ കല്ലെറിയുവാനുമാണ് നമ്മളിൽ പലരും തയ്യാറാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഞങ്ങളെ കല്ലെറിഞ്ഞാലും ഞങ്ങളെ അടിച്ചാലും ഞങ്ങള് തെരുമറിഞ്ഞാലും ഞങ്ങള് നാളെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ നാളെ സമരവുമായിട്ട് അല്ലെങ്കിൽ ഹർത്താലായിട്ട് ഒരു കേസിന്റെ പുറകെ പോയി ഞങ്ങൾ ആരുടെയും പുറകെ വരുന്നില്ല. കാരണം യേശു സ്നേഹമാണ്. ആ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്, ആ സ്നേഹം നിങ്ങളും അനുഭവിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തിലൂടെ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എന്താണ് വിശുദ്ധമായവ? യേശുക്രിസ്തു സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടുകൊണ്ട് ഇന്നും ഓരോ ദേവാലയങ്ങളിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി തന്നെയാണ് ആ വിശുദ്ധമായവ.
യേശുവിന്റെ ശരീരവും രക്തവും ഓരോ ദിവസവും ഓരോ വൈദികന് അത് അർപ്പിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥമായ രക്തവും യേശുവിന്റെ ശരീരവുമായിട്ട് രക്തവുമായി മാറുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് വിശുദ്ധ കുർബാനയിലോ വൈദികൻ ആശീർവദിച്ചു തരുന്ന ഒരു ഗോതമ്പപ്പത്തിലോ നമുക്ക് ഒരുപക്ഷെ വിശ്വാസമില്ലായിരിക്കാം. അതിന്റെ കാരണം സാത്താൻ ഈ നമ്മളിൽ നിന്നും ആ ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ടാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ നമ്മളും വിശുദ്ധരായി തീരും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പല പത്രമാധ്യമങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ആരാധകര് ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. ഈ അടുത്ത കാലത്ത് ഇവിടെ അടുത്തുള്ള ഈ ദേവാലയം ലാറ്റിൻ ചർച്ചില് ഇവിടുന്ന് വിശുദ്ധ കുർബാന മോഷ്ടിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിച്ചതാണ്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ കുർബാന കൊടുക്കുന്ന ഈ ഗോതമ്പപ്പം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു പാക്കറ്റ് നിറയെ കിട്ടും. 100 എണ്ണം നമുക്ക് മേടിക്കാൻ കിട്ടും. വെറും 50 രൂപ കൊടുത്താൽ. എന്തിനാണ് ദേവാലയത്തിൽ പോയിട്ട് ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? ഇനി ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവര് ഇത് സാത്താൻ ആരാധകർക്ക് കൊടുക്കുന്നത് ലക്ഷങ്ങൾ വില കൊടുത്താണ്. എന്തിനാണ് 50 രൂപയ്ക്ക് മേടിക്കുന്ന 100 ഗോതമ്പപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും? ഈ അപ്പം 50 രൂപയ്ക്ക് നമുക്ക് മേടിച്ചാൽ പോരെ? എന്തിനാണ് ദേവാലയത്തിൽ പോയി ഈ വിശുദ്ധ വൈദികൻ ആശീർവദിച്ച് അതിൽ വെച്ചിരിക്കുന്ന സക്രായിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? ഒരു പക്ഷേ നമുക്ക് ആർക്കും പരിചിതമില്ലായിരിക്കാം ഈ വിശുദ്ധ കുർബാനയിൽ വൈദികൻ വാഴ്ത്തി വിഭജിച്ചു നൽകുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നുള്ള സത്യം ഒരുപക്ഷെ നമുക്കാർക്കും മനസ്സിലാവുകയില്ല. പക്ഷേ സാത്താൻ ആരാധകർക്ക് സാത്താന് വ്യക്തമായിട്ട് അറിയാം, ഇത് യേശു ജീവിക്കുന്നു, ഇന്നും സത്യമായിട്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യം. ഇത് പല ആരാധനയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവ്യകാരുണ്യ ആരാധന മധ്യേ യേശുവിന്റെ ശരീരവും രക്തവും അതേ അവസ്ഥയിൽ രക്തവും ശരീരമായിട്ട് മാറുന്ന കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എങ്കിലും ക്രിസ്ത്യാനികളായ നമ്മളും എന്നാൽ പലരും കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ വിശ്വസിക്കാതെ വരുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ യേശുക്രിസ്തു വിധിച്ച വിത്ത് പിശാച് വന്ന് എടുത്തു കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിത്തുകളുടെ ഉമ്മയിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നത്. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചില വിത്തുകള് വയലിൽ വീണു. വയലിൽ വിളഞ്ഞ വിത്താണ്, വയലിൽ വീണ വിത്താണ് 100 മേനി ഫലം, 60 മേനി ഫലം, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം കടന്നു വന്നിട്ടും നമ്മൾ വിശ്വസിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഈ ലോകത്തിലുള്ള മോഹങ്ങളും സാത്താൻ വന്ന് ഇതെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ദേവാലയത്തില് വാഴ്ത്തി വിഭജിച്ച് നൽകുന്ന ആ ഗോതമ്പപ്പത്തില് സത്യമായിട്ടും യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഈ സത്യം നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ സാത്താൻ ആരാധകരെ ലക്ഷങ്ങൾ മുടക്കി ഇത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ എന്റെ കയ്യിൽ ഇപ്പോൾ ആപ്പിൾ ഇരിക്കുകയാണ്. ഈ ആപ്പിളിന് കുറച്ച് ഭാഗം കേടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അത് മേടിക്കുകയില്ല. ഞാൻ പറയുകയാണ്, ഈ ആപ്പിളിന് 10 രൂപ തന്നാൽ നിങ്ങൾക്കത് സ്വന്തമാക്കാം. അപ്പൊ നിങ്ങൾ ആ ആപ്പിൾ തിരിച്ചും പറിച്ചും മേടിച്ചപ്പോൾ അതിന് ഒരു ചെറിയ കേട് കണ്ടു. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ 10 രൂപയ്ക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 5 രൂപയ്ക്ക് തരാം. 5 രൂപയ്ക്കും ഇല്ല എന്ന് നിങ്ങൾ പറയും, നിങ്ങൾ വാങ്ങുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും കേടായ ഒരു ആപ്പിള് നിങ്ങൾ വാങ്ങുകയില്ല. അങ്ങനെയെങ്കിൽ ദേവാലയത്തിലെ വൈദികൻ വാഴ്ത്തി വിഭജിച്ച് നൽകുന്ന ഈ വിശുദ്ധ കുർബാന ലക്ഷങ്ങൾ മുടക്കി സാത്താൻ ആരാധകരെ കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, അതിൽ സത്യമായും യേശുക്രിസ്തു ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഈ ആപ്പിൾ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഈ ആപ്പിളിന്റെ രുചി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഭക്ഷിച്ച് തന്നെ അറിയണം. അത് എന്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ രുചി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു ആപ്പിൾ എന്റെ കയ്യിലുള്ളത് ഞാൻ പറയുകയാണ് ഇത് കയ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം നിങ്ങൾ ആപ്പിൾ കഴിച്ചവരാണ്. നിങ്ങൾ ആപ്പിൾ കഴിച്ചവരായതുകൊണ്ട് നിങ്ങൾക്കറിയാം അതിന് മധുരമുണ്ടെന്ന്. ഞാൻ കയ്പാണെന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല, നിങ്ങളത് അംഗീകരിക്കുകയില്ല. കാരണം നിങ്ങൾ രുചിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് വചനമായ യേശുക്രിസ്തുവിനെ. ഈ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ സ്നേഹം, അവിടുത്തെ കരുണ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ കൂടി വചനം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ഹല്ലേലൂയ. മുയലിന്റെ പുറകെ പോകുന്ന കുറുക്കന്മാരുടെ പുറകെ പോകുന്ന കുറുക്കന്മാരാകരുത് നമ്മൾ. ഒരിക്കലും ഒരു മുയല് ഇങ്ങനെ ഓടിപ്പോവുക. അപ്പൊ മുയലിനെ കുറുക്കൻ കണ്ടു. ഒരു കുറുക്കൻ കണ്ടപ്പോൾ ഈ മുയലിന്റെ പുറകെ കുറുക്കൻ ഇങ്ങനെ ഓടിയെത്തി. പക്ഷെ മുയലിന് നല്ല സ്പീഡായതുകൊണ്ട് മുയല് നല്ല സ്പീഡിൽ ഓടി.
കുറെ ദൂരം ചെന്നപ്പോൾ കുറച്ച് കുറുക്കന്മാർ അവിടെ നിൽക്കുകയാ. അപ്പൊ ഈ കുറുക്കനോട് ചോദിച്ചു, ആ കുറുക്കന്മാർ മുയലിനെ കണ്ടില്ല. ഈ കുറുക്കനോട് ചോദിച്ചു, നിങ്ങൾ ഇയാൾ എന്തിനാ ഓടുന്നത്? അപ്പൊ കുറുക്കൻ പറഞ്ഞു, ഞാനൊരു മുയലിന്റെ പുറകെ ഓടുക. അപ്പൊ ഈ മറ്റു കുറുക്കന്മാർ ഈ മുയലിനെ കണ്ടിട്ടില്ലെങ്കിലും ഈ കുറുക്കന്റെ പുറകെ അവരും ഓടി. എന്നാൽ അവർ കുറെ ഓടി ചെന്നപ്പോൾ മുയല് ഒരു മാളത്തിൽ ഒളിച്ചു. മാളത്തിൽ കയറി ഒളിച്ചപ്പോൾ ഈ കുറുക്കന്മാരെല്ലാം അവിടെ കാവലിരുന്നു. അപ്പോഴാണ് അതിലെ വേറെ കുറുക്കന്മാര് വന്ന്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? അപ്പൊ ആദ്യം വന്ന കുറുക്കൻ പറഞ്ഞു, ഞാനൊരു മുയലിനെ ഓടിച്ചുകൊണ്ട് വന്നു. ആ മുയലിന്റെ പുറകെ ഓടിയതാണ്. ആ മുയൽ ഈ മാളത്തിൽ കയറിയിട്ടുണ്ട്. ആ മുയൽ ഈ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് എന്ന്. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഈ മറ്റു കുറുക്കന്മാരെല്ലാം അടുത്തു. ഏറ്റവും അവസാനം വന്ന കുറുക്കൻ ഈ മുയലിനെ കണ്ടിട്ടില്ല, ആ മുയലിനെ കുറിച്ച് കേട്ടിട്ടേയുള്ളൂ. ഈ മുയലിനെ കേട്ടിട്ടുള്ളൂ. അത് കാരണം പുറകെയല്ല. അവസാനം വന്ന കുറുക്കന്മാര് പതുക്കെ ഇരുന്ന് മടുത്തത് കാരണം അത് സ്ഥലം വിട്ടു. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശോയുടെ പുറകെ നടക്കും. ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ഇന്ന് ഒത്തിരി ധ്യാനകേന്ദ്രങ്ങളില് അല്ലെങ്കിൽ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും യേശുക്രിസ്തുവിന്റെ നാമത്തില് ഒട്ടനവധി സൗഖ്യങ്ങൾ നടക്കുന്നത്. വേറെ ഒരാളുടെ രൂപത്തിലും ഒരാളിൽ നിന്നും സൗഖ്യം കൊടുക്കുന്നില്ല. ക്യാൻസർ രോഗികൾ, നാളെ നീ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ക്യാൻസർ രോഗികൾ പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു നമുക്ക് ഉള്ളിലേക്ക് കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്നു. ഈ കുറുക്കന്മാര് പുറകെ പോയപ്പോൾ പിന്നെ ബാക്കി രണ്ടാമത് വന്ന കുറുക്കന്മാരും കുറച്ചു നേരം ഇരുന്നു. അവർ കുറെ നേരം കൂടി ഇരുന്നു. എന്നിട്ട് മുയലിനെ കണ്ടില്ല. അപ്പൊ മറ്റേ കുറുക്കനോട് ചോദിച്ചു, നീ സത്യമാണോ പറയുന്നത്? നീ നുണയാണോ പറയുന്നത്? ഈ കുറുക്കന്മാര് ഈ മുയലിനെ കണ്ടിട്ടില്ല. അവർക്ക് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. നമ്മൾക്ക് പലർക്കും ഈ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച്, വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ഈ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും കണ്ടുള്ള അറിവും തൊട്ടറിഞ്ഞുള്ള അറിവും പല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറുക്കന്മാർ കുറെ നേരം നോക്കിയിരുന്നിട്ട് അവരും അടുത്തിട്ട് തിരിച്ചുപോയി. നമ്മളും എങ്ങനെയാ പലപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് കേട്ടു എന്നാൽ ഒന്ന് പോയി കളയാം. യേശുക്രിസ്തു രക്ഷകനാണോ, നാഥനാണോ, സൗഖ്യം തരുന്നവനാണോ എന്നൊന്ന് നോക്കിക്കളയാം എന്ന് കരുതി നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല. എന്നാ പിന്നെ ഇനിയിപ്പോ ദേവാലയത്തിലേക്ക് പോകണ്ട, ഇനിയിപ്പോ എന്തിനാ വിശുദ്ധ കുർബാന, ഇനി എന്തിനാ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും തിരിച്ചു പോകുന്നു. അങ്ങനെ ഈ കുറുക്കന്മാരും തിരിച്ചുപോയി. എന്നാൽ ഈ മുയലിനെ കണ്ട കുറുക്കൻ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നു മണിക്കൂറുകളോളം. രാത്രിയിൽ ഈ മുയല് തിരിച്ച് ഇറങ്ങി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ മുയലിനെ ഈ കുറുക്കൻ കണ്ടതാണ്. ഈ മുയലിനെ ഈ കുറുക്കൻ കണ്ടത് കൊണ്ട് തന്നെ ഈ മുയല് ഇറങ്ങി വരുമെന്ന് ഉറപ്പുണ്ട്. കാരണം വേറെ വഴിയൊന്നുമില്ല ആ മുയലിന് ഇറങ്ങിപ്പോവാൻ. അങ്ങനെ രാത്രിയുടെ യാമങ്ങളില് മുയല് ഇറങ്ങി വന്നു ഈ മുയലിനെ കുറുക്കൻ പിടിക്കുക ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തൊട്ടറിഞ്ഞ് വിശ്വസിച്ചാല് നമ്മൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് സമ്പൂർണമായിട്ട് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. ഒരിക്കലും ഒരു ഫോർഡ് കാറില് കുറച്ച് ആളുകൾ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്ക് വഴിയിൽ വെച്ച് ഈ കാറ് കംപ്ലൈന്റ് ആയി വഴിയിൽ കിടന്നു. അങ്ങനെ ഇവര് തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്നു. അവര് ഈ കാറ് നോക്കിയിട്ട് കുറച്ചു നേരം കംപ്ലൈന്റ് നോക്കി, ഒന്നും മനസ്സിലായില്ല. വീണ്ടും ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും പഠിച്ച കുറച്ച് വേറെ രണ്ട് മെക്കാനിക്കുകളെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. അവരും കുറെ നേരം ശ്രമിച്ചു നോക്കി. പക്ഷെ ഈ കാറ് നന്നാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൃദ്ധനായ ഒരു മനുഷ്യൻ ആ വഴിയിൽ കൂടി നടന്നു വന്നത്. വൃദ്ധനായ മനുഷ്യൻ ഈ വഴിയിൽ കൂടി നടന്നു വന്നപ്പോൾ അവരോട് ചോദിച്ചു, നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയല്ലേ, വഴിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കണ്ടാൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ കിടക്കുന്നതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്ത് പറ്റി സഹോദര, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, പെട്രോൾ തീർന്നോ, നമ്മൾ സാധാരണ ചോദിക്കും. അതുപോലെ തന്നെ ഈ വൃദ്ധനായ മനുഷ്യൻ ഇവരോട് ചോദിച്ചു, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, എന്താണ് സംഭവം? അപ്പൊ ഇവര് വളരെ പുച്ഛസ്വരത്തില് വൃദ്ധനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ താങ്കളെ കൊണ്ട് ഇത് നന്നാക്കുവാൻ സാധിക്കുകയില്ല. എന്നാലും വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്താ കംപ്ലൈന്റ് എന്ന്. നമ്മളും പലപ്പോഴും എങ്ങനെയാ, ഞങ്ങൾ ഇതേപോലെ തെരുവിൽ കൂടി വചനം പ്രഘോഷിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങളെ കളിയാക്കുകയാണ് പതിവ്. കാരണം രുചിച്ചറിഞ്ഞിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. മുയലിനെ കാണാതെ
എന്നെ കണ്ട് പുറകെ ഓടിയ കുറുക്കന്മാരുടെ പുറകെ ഓടിയ കുറുക്കന്മാരായി പോയി നമ്മൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ സുവിശേഷം പറയുമ്പോൾ പലരും വിശ്വസിക്കത്തില്ല. എന്തായാലും ഈ വൃദ്ധനായ മനുഷ്യന് ഇവരാരും വിശ്വസിച്ചില്ല. എങ്കിലും അവരുടെ കളിയാക്കലുകൾ കേൾക്കാതെ, ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കളിയാക്കലുകളൊന്നും കേൾക്കാതെ ഇവിടെ നിൽക്കുന്നത്. കാരണം കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണിത്. സുവിശേഷം പറയണം. ആര് കേൾക്കണമെന്നോ ആര് വിശ്വസിക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആകാശത്തിന് കീഴില് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരു ചരിത്ര പുരുഷനും നമുക്ക് രക്ഷ നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുമില്ല. എന്തായാലും ഈ മനുഷ്യൻ, ഈ വൃദ്ധനായ മനുഷ്യൻ കാറിന് നോക്കിയപ്പോൾ അതിന്റെ ഒരു ചെറിയ നെറ്റ് ഇളകി കിടന്നത് ഇദ്ദേഹം മനസ്സിലാക്കി. ഇദ്ദേഹം അത് പെട്ടെന്ന് തന്നെ ആ നെറ്റ് എടുത്ത് മുറുക്കി അവരോട് പറഞ്ഞു, ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുവാൻ. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി. ഇവർക്കെല്ലാം പെട്ടെന്ന് അത്ഭുതമായി. എങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചവർ? നമ്മളൊക്കെ ബുദ്ധിജീവികളാണല്ലോ. നമുക്ക് ഈ യേശുക്രിസ്തുവിനൊന്നും അറിയണ്ടല്ലോ, നമുക്ക് ബൈബിളൊന്നും അറിയണ്ടല്ലോ. നമ്മൾ ബുദ്ധിജീവികളല്ലേ? ഈ ലോകത്തിലെ മോഹത്തിൽപ്പെട്ട് ജീവിച്ചാൽ മതിയല്ലോ. ഈ ലോകം തരുന്ന സുഖ സൗകര്യങ്ങള് തന്ന് ജീവിച്ചാൽ മതിയല്ലോ. നമുക്ക് ദൈവത്തെ അറിയുവാനോ ദൈവത്തെ അന്വേഷിക്കുവാനോ ഏകസത്യ ദൈവമായ യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാനോ നമുക്ക് പലപ്പോഴും സമയമില്ല. നമ്മൾ പണത്തിന്റെ പുറകെ, സമ്പാദ്യത്തിന്റെ പുറകെ, ഈ ലോകത്തിന്റെ പുറകെ പരക്കം പാഞ്ഞ് നടക്കുക. അങ്ങനെ ഈ മനുഷ്യൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇവര് പുറകെ ചെന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോലും ഇത് നന്നാക്കുവാൻ പല മണിക്കൂറുകൾ ശ്രമിച്ചിട്ട് ഇത് നന്നാക്കുവാൻ കഴിയാത്ത, ഞങ്ങൾക്ക് സാധിക്കാത്ത ഈ കാര്യം താങ്കൾക്ക് എങ്ങനെയാണ് ചെയ്യുവാൻ സാധിച്ചത്? ഇദ്ദേഹം അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഈ വണ്ടി നിർമ്മിച്ച ഹെൻറി ഫോർഡ് ഞാനാണെന്ന്. ഈ വണ്ടി നിർമ്മിച്ച ഹെൻറി ഫോർഡ് ഞാനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനറിയാം, ഈ വാഹനം നിർമ്മിച്ച വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ നെറ്റും ബോൾട്ടും എവിടെയാണ്, അതിന് എന്താണ് കംപ്ലൈന്റ് എന്ന്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കുറവുകൾ എവിടെയാണെന്ന്, പരാജയങ്ങൾ എവിടെയാണെന്ന്, ബലഹീനതകൾ എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് നമ്മുടെ രക്ഷകനായ കർത്താവ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. നമ്മളെ സൃഷ്ടിച്ച കർത്താവിനെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ നെറ്റ് എവിടെ ഇളകി കിടക്കുന്നതെന്ന്. ഒരുപക്ഷെ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ സർക്കാർ മദ്യം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മദ്യത്തിന്റെ പുറത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവരെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. എന്നിട്ടും നമ്മൾ രാവിലെ തന്നെ വിറയിലോടുകൂടി ഇത് കഴിക്കുവാൻ പോവുക. ഈ മദ്യം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ കുടുംബത്തിനോ യാതൊരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല, ശരീരത്തിന് മുഴുവനും ദോഷവുമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിനകത്ത് ലേബൽ എത്തിച്ചു വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ കഴിക്കരുതെന്ന് തന്നെ അതിനകത്ത്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന്, നീ മരിക്കണമെന്ന് തന്നെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മളത് കഴിക്കുന്നു. ഇവിടെ വചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ്, ഇതിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ ഈ ലോകത്തിന്റെ തിന്മയിലേക്ക് ചാഞ്ഞു പോകാൻ, ഈ ലോകത്തിന് സാത്താൻ കൊണ്ടുവരുന്ന സുഖ സൗകര്യങ്ങള് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ എത്രയോ തത്രപ്പെടുത്തും. എന്നാൽ വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുവാനോ അവിടുത്തെ രക്ഷകനെ നാഥനുമായിട്ട് സ്വീകരിക്കുവാനോ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ലാസർ, നമ്മളൊരിക്കൽ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ക്രിസ്തുവിന്റെ കൂടെ നടന്ന നമുക്ക് എന്താണ് നേട്ടമെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരിക്കലും നമുക്ക് കുറെ സമ്പത്ത് തരാമെന്നോ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കാമെന്നോ നിനക്ക് രോഗം വരികയില്ല എന്നോ ക്രിസ്തു ഒരിക്കലും വാഗ്ദാനം നൽകിയിട്ടില്ല. ലാസറിന്റെ ഉപമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്, ലാസർ മരിച്ചു, ലാസറിനെ ഉയർപ്പിച്ചത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചെങ്കിലും ലാസർ വീണ്ടും മരിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു ഉയർപ്പിച്ചു എന്ന് കരുതി ലാസർ ഇന്നും ജീവിച്ചിരിപ്പില്ല. യേശുക്രിസ്തു ആ ഒരു സമയത്ത് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ, അവിടുന്ന് ദൈവപുത്രനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുവാൻ വേണ്ടി അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുക ചെയ്തത്. അതുപോലെ നമുക്ക് രോഗം വരികയില്ല എന്നോ നമുക്ക് കുറെ ലോട്ടറി അടിക്കുമെന്നോ ഈശോ വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യം കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സാത്താന്റെ പിടിയിൽ നിന്നും നമുക്ക് മോചനം നൽകിയിട്ടുണ്ട്. ഈ ലോകത്തുള്ള ഒരു മന്ത്രവാദിക്കോ ഒരു ആഭിചാരകനോ ഒരു കൂടോത്രക്കാരനോ ഒരു വാസ്തുശാസ്ത്രം നോക്കുന്നവനോ നിങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല.
അവൾ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂള എന്നുള്ള സ്ഥലമുണ്ട്. ഈ ചെങ്കൽച്ചൂളയില് വർഷങ്ങൾക്ക് മുമ്പ് വളരെ തീവ്രവാദികളായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. ആ സ്ഥലം ഇന്നുമുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇന്നും ആ സ്ഥലമുണ്ട്, ചെങ്കൽച്ചൂള എന്ന സ്ഥലം. അവിടെ മൂർഖൻ രാജുവിനെ പോലെയുള്ള ഒത്തിരി ഗുണ്ട തലവന്മാർ വാണിരുന്ന കാലം. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അവിടുന്ന് പരസ്യമായിട്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സമയം. ഈ സമയത്ത് നമ്മുടെ രാഷ്ട്രീയ അധികാരികളും അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാരികളും പോലീസുകാരും കിണഞ്ഞു ശ്രമിച്ചു ഇവരെ അവിടെ നിന്ന് മോചിപ്പിക്കുവാൻ. എന്നാൽ അവർക്കാർക്കും എത്ര വർഷങ്ങൾ ശ്രമിച്ചിട്ടും അവരെ ആ ഗ്രാമത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ കണ്ടു കാണും വിയറ്റ്നാം കോളനി എന്നുള്ള സിനിമ. ഈ സിനിമ അതിന്റെ ചരിത്രം പറയുന്നതാണ്. അവിടെ നിന്ന് പുറത്തു പോകുവാൻ അവരെ ഗുണ്ട തലവന്മാരായിട്ട് വാണിരുന്ന സമയം. എന്നാൽ ഒരാൾക്കും രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ 3 സുവിശേഷ പ്രവർത്തകര് രണ്ടും കൽപ്പിച്ച് അവിടെ കടന്നു ചെന്നു. അവരുടെ അടി പേടിക്കാതെ, അവരുടെ തെറി പേടിക്കാതെ, അവരുടെ നിന്ദനങ്ങൾ പേടിക്കാതെ, അവരുടെ തുപ്പനകൾ പേടിക്കാതെ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഈ ചെങ്കൽച്ചൂളയിലേക്ക് കടന്നു ചെന്നു. നിമിഷങ്ങൾക്കകം മാസങ്ങളോളം അവരവിടെ സുവിശേഷം പ്രഘോഷിച്ചു. തൽഫലമായിട്ട് അവിടെ ഇന്ന് ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകരായിട്ട്, അവിടെ ഗുണ്ടാ തലവന്മാരായിരുന്നവർ ശുശ്രൂഷകരായിട്ട് ഇന്ന് വാണിരുന്നു. ഇന്ന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ കാരണം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലുള്ള ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കോ, ഇവിടെയുള്ള പോലീസുകാർക്കോ, ഇവിടെയുള്ള മറ്റ് നിയമവ്യവസ്ഥകൾക്കോ സാധിക്കുകയില്ല. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, നമ്മുടെ എല്ലാ പാപങ്ങള് സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവാൻ സാധിക്കുകയുള്ളൂ. അവിടത്തേക്ക് മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ, നമുക്ക് നിത്യമായ ആനന്ദം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യമാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആരൊക്കെ കേൾക്കുന്നു, ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കുടുംബം അവയാൽ മാത്രമല്ല അവരുടെ കുടുംബം രക്ഷപ്പെടുമെന്ന് ഭദ്രം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊന്ന് പറയാവുന്നുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഒരിക്കലും ഞാൻ എറണാകുളം ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മോതിരം വിൽക്കുന്ന ഒരു ആളെ കണ്ടു. ഈ മോതിരം വിൽക്കുന്ന ആളെ കണ്ട് അവിടെ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഈ മോതിരം കയ്യിലിട്ടാൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന്. ഇത് നമ്മൾ ടിവിയിലൊക്കെ കാണാറുണ്ട്. ആറ്റുകാൽ രാധാകൃഷ്ണനെ പോലെയുള്ളവർ, താണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിനെ പോലെയുള്ളവർ, അവരെ പോലെ ഒത്തിരി വാസ്തുശാസ്ത്രം നോക്കുന്നവര്, ഒത്തിരി ജ്യോതിഷം നോക്കുന്നവർക്ക് നിങ്ങൾക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞ് പലരും വാഗ്ദാനം നൽകുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും നമ്മളെ രക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല. അവർക്കാർക്കും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനും സാധിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഈ മോതിരം കയ്യിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഭാഗ്യം വരുമെന്ന്. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി കുറച്ചു നേരം ഇത് കേട്ടിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നമ്മുടെ മറൈൻ ഡ്രൈവിലാണ്, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ മോതിരം ഇട്ടാൽ സകല സൗഭാഗ്യങ്ങളും കുടുംബത്തിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പുണ്ടോ? ഇദ്ദേഹം പറഞ്ഞു, ഈ മോതിരം കയ്യിലിട്ടുകയോ അറയിൽ ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഭവനത്തില് ഒരുപാട് സമ്പത്ത് കൈവരുമെന്ന്. ഇത് നമ്മളിൽ പലരും പല സ്ഥലത്തും കാണുന്ന പല മാലകളോ പല മോതിരങ്ങളും നമ്മുടെ കയ്യിലൊക്കെ അണിഞ്ഞിട്ടുണ്ട്, സൗഭാഗ്യം വരുമെന്ന്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കിയോ, ഇന്ന് വരെ അങ്ങനെ എന്തെങ്കിലും ധരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൗഭാഗ്യം വന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ മോതിരം വിറ്റുകൊണ്ട് ഈ നട്ടിച്ച വെയിലത്ത് ഈ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? താങ്കൾക്ക് ഈ മോതിരം ഒരെണ്ണം കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിരലിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കുകയോ ചെയ്താൽ പോരെ, നിങ്ങൾക്ക് സമ്പത്ത് കിട്ടില്ലേ? എന്തിനാ ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് എന്തിനാ ഈ പണം ഉണ്ടാക്കുന്നത് എന്ന് ഇദ്ദേഹം എന്നെ വളരെ രൂക്ഷമായിട്ട് നോക്കി. എന്നെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ. നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകൾ കണ്ട്, നമ്മുടെ പരാജയങ്ങൾ കണ്ട്, നമ്മുടെ ബലഹീനത കണ്ട് പലരും മോഹന വാഗ്ദാനങ്ങളുമായിട്ട് കടന്നു വരും. നിങ്ങൾ ഇത് ധരിച്ചാൽ മതിയേ, നിങ്ങളിത് കഴുത്തിലിട്ടാൽ മതിയേ എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ രക്ഷ നമുക്ക് നേടിത്തരുവാൻ സാധിക്കുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രക്ഷ നമുക്ക് നേടി തന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം. അമേരിക്കയിൽ എബ്രഹാം ലിങ്കന്റെ കാലത്ത് അടിമത്തം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ എബ്രഹാം ലിങ്കൻ അവിടെ പ്രസിഡന്റായിട്ട് വന്നപ്പോൾ ഈ അടിമത്തത്തിൽ നിന്നും നീഗ്രോ വർഗക്കാരെ അവിടെ നിന്ന് മോചിപ്പിച്ചു.
ഇവരെ മോചിപ്പിച്ചിട്ടും വർഷങ്ങളോളം ഇവരെ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഈ ജനം തങ്ങൾ രക്ഷപ്പെട്ടുവെന്നോ തങ്ങൾക്ക് ഒരു രക്ഷകനുണ്ടായിരുന്നോ തങ്ങളെ മോചിപ്പിക്കുവാൻ എബ്രഹാം ലിങ്കൻ കടന്നു വന്നുവെന്നോ ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവരെ അടിമത്തത്തിൽ തന്നെ അവർ കഴിഞ്ഞു പോന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഈ രക്ഷ നമ്മളെ സ്വന്തമാക്കാൻ നമുക്ക് കഴിവ് നൽകിയിട്ട് ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാതെ ഈ രക്ഷയിൽ നമ്മൾ വിശ്വസിക്കാതെ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്ന വേളകള് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ കൽപ്പനയും ക്രിസ്തുവിന്റെ ആഗ്രഹവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് വിവാഹത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നിങ്ങളെ ക്രിസ്തു സ്നേഹിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മദ്യപാനിയാണോ, നിങ്ങൾ ഏതെങ്കിലും പാപത്തിന് അടിമത്തത്തിൽ കഴിയുന്നവരാണോ, നിങ്ങൾ ക്രിസ്തു സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനുമായിട്ട് സ്വീകരിച്ച് ഈശോയെ ഞാൻ നിന്നെ ഏറ്റുപറയുന്നുവെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഓർക്കുക, ഒരിക്കലും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ധാരാളം പണം നൽകുമെന്നോ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്നോ. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും ഇവരിൽ നിന്നും ഈ രോഗത്തിൽ നിന്നും ഈ സാമ്പത്തിക കടബാധ്യതയിൽ നിന്നും മോചനം നേടുവാൻ ക്രിസ്തു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. ഈ വാഗ്ദാനം സ്വീകരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചു തരുവാൻ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.